റിപ്പോർട്ട് ബ്രേക്കിംഗ്. കൊല്ലത്ത് മൃതദേഹത്തിലെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർക്കും പോലീസിനും വീഴ്ച പറ്റിയെന്ന് ആരോഗ്യവകുപ്പ്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റി. പോലീസിനോട് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം റൂറൽ എസ്.പിക്ക് പരാതി നൽകി. കൊല്ലപ്പെട്ട കലയനാട് സ്വദേശി ശാലിനിയുടെ 20 ഗ്രാം സ്വർണമാണ് മോഷണം പോയത്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞപ്പം പോലീസുകാർ പറഞ്ഞ് ഗവൺമെൻറ് ആശുപത്രി സാധനമുണ്ട്, അവിടെ പോയി ചോദിച്ചാൽ മതി തരുമെന്ന് പറഞ്ഞു. സൂപ്രണ്ട് പറയുന്നത് ഇത് മോഷണം പോയതാണ്. ഇവിടെ ആരാ എടുത്തതെന്നറിയാം. സ്റ്റാഫ് കുറേ പേര് കയറി ഇറങ്ങുന്നതും കണ്ട് അവർ CCTV കൂടെ ആരാണെന്ന് വ്യക്തമല്ല. അതുകൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിലാണ് എന്നൊക്കെ പറഞ്ഞു വിട്ട്. അവിടെ സെക്യൂരിറ്റി എന്നെ കൊണ്ട് അങ്ങ് സുഗന്ധസാറിൻ്റെ അടുത്തിരുന്നു. അന്നേരം പറഞ്ഞ് ഈ സാധനങ്ങളെല്ലാം കൂടെ ഐസക്കിൻ്റെ പേര് കൊത്തിയൊരു മോതിരം അതിനകത്തുണ്ട്, അതെല്ലാം കൂടെ ബന്ധുസാക്കി അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരുന്നു പറഞ്ഞു. ഇപ്പോൾ അത് എങ്ങനെയോ മോഷണം പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഉടനെ ഞാൻ ഒരാഴ്ചയ്ക്കകം അത് തിരക്കി പിടിച്ചിട്ട് അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഇനി പറഞ്ഞു വിട്ടു. ദിലീപ് ദേവസി ചേരുന്നു വിശദാംശങ്ങളുമായി. ദിലീപ്, കുടുംബം ആരോപിക്കുന്നത് എന്താണ്? റോഷ്നി, ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് തങ്ങളുടെ സ്വർണം തിരിച്ചു കിട്ടണം. അതായത് 20 ഗ്രാം സ്വർണ്ണമാണ്, ഏകദേശം 2.5 ലക്ഷം രൂപ വില വരുന്ന ശാലിനിയുടെ, നമുക്ക് കലയനാട് സ്വദേശിയായ ശാലിനിയുടെ സ്വർണ്ണാഭരണമാണ് മരണശേഷം ഈ ജീവനക്കാർ ആശുപത്രിയിലെ ഈ കുത്തിവെപ്പ് മുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്നത്. പിന്നീട് ആ സ്വർണം മോഷണം പോകുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്തത്. ഈ അന്വേഷണത്തിലാണ് ജീവനക്കാർക്കും ഒപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തത്. ഇത് ആരോഗ്യവകുപ്പ് DMOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുമ്പോൾ ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ടോ, അത് എവിടെ എന്ന് ചോദിക്കണമെന്നുണ്ട്. മാത്രമല്ല, ഈ സമയത്ത് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ പോലീസ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ജീവനക്കാരനും ഒപ്പം ഉണ്ടാകണം. ഈ സ്വർണ്ണ ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിന് പ്രത്യേക ലേ സെക്രട്ടറിയുടെ മുറിയുണ്ട്, അവിടെ നിൽക്കേണ്ടതിനാൽ സൂപ്രണ്ടിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, ഇല്ലെങ്കിൽ ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇത് രണ്ടിനും എന്തായാലും സാധിച്ചിരുന്നിട്ടില്ല. രണ്ടുപേരുടെ ഭാഗത്തും വീഴ്ച സംഭവിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ബന്ധുക്കൾ സമഗ്ര അന്വേഷണത്തിന് ഇപ്പോൾ SP-ക്ക് അടക്കം പരാതിയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആശുപത്രി CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു, ഒപ്പം തന്നെ ജീവനക്കാരെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. റോഷ്നി, ശരി, ദിലീപ് ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.